സനിമനമി ആദിൽ പാലോട്, എന്താണ് സമ്മേളനത്തിന് പൊതുവെയുള്ള ഒരു മൂഡ്? ഇപ്പോൾ 3 ദിവസത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഇന്ന് സമാപന സമ്മേളനത്തിലേക്ക് കടക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതിനിധികൾക്ക് മറുപടി നൽകും. മുഖ്യമന്ത്രിയുടെ നയരേഖയിന്മേൽ അത് പ്രതിനിധിക്കുള്ളിൽ നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രവർത്തകർ കനത്ത ചൂടിനെയും വകവയ്ക്കാതെയാണ് സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരോടൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് അവരുടെ ഒരു ഫീലും വൈബും? സാനിയോ ആദിൽ പാലോട്. ഒരു പാർട്ടി മൂഡിലേക്ക് കൊല്ലം ജില്ല മാറിയിരിക്കുന്നു, കൊല്ലം നഗരം മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. സാനിയോ, ഫുൾ ഓൺ ആണ് ശരിക്കും പാർട്ടി പ്രവർത്തകരെല്ലാം. അതെ, എല്ലാവരും വലിയ ഓൺ. അതായത് എല്ലാ ജില്ലയിൽ നിന്നും, പ്രധാനമായും വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്കാണ്. നമുക്ക് പാലക്കാട് അംഗം കോങ്ങാട് MLA ഇവിടെയുണ്ട്. കോങ്ങാട് MLAയും കൂട്ടരും ഒരു ഗീതം, വിപ്ലവ ഗാനം പാടാം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുമ്പോഴും കൊല്ലം ജില്ലക്കാരല്ല, കൊല്ലം നഗരത്തിൽ നിന്ന് പുറം നാട്ടുകാരാ കൂടുതലല്ലേ? അതെ, ഇവിടെ ഇപ്പൊ കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, ഞാൻ പാലക്കാട്, കണ്ണൂര്, മലപ്പുറം, പിണറായിയിൽ നിന്ന് ഇന്നലെ രാവിലെ വന്നു. ചുറ്റി കാണുകയാണ് നഗരം. ചുറ്റി കാണാൻ ഇന്നലെ കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂര്, എല്ലാ ജില്ലകളിൽ നിന്നും തൃശ്ശൂർ ജില്ല. എണ്ണാത്ത ജില്ലകളില്ല. അപ്പൊ ഈ കൊല്ലം എങ്ങനെയുണ്ട് എന്ന് അരുൺകുമാർ ചോദിക്കുക. കൊല്ലം കണ്ടവരില്ല വേണ്ട. നല്ല ഉത്തരം. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ കാത്തിരിപ്പിക്കാതെ ഇവരുടെ വിപ്ലവ ഗാനത്തിലേക്ക് പോകാം. അരുൺകുമാർ, ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാവരും ഞങ്ങളെല്ലാവരും ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, പൂക്കളെ നൂറ് നൂറ് പൂക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. ഹിന്ദുവല്ല, ക്രിസ്ത്യനല്ല, ഇസ്ലാമിൻ മക്കളല്ല, ഇന്ത്യ എന്ന നമ്മതന്റെ മക്കളല്ലോ നമ്മൾ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. അപ്പൊ ഒരു ചുവപ്പ ലാൽ സലാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ജില്ലകളിലെ ആളുകളെയാണല്ലോ പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്. എവിടത്തെ കാരണ സാനിയോ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, എങ്കെന്ന് വരുന്നത്? പഴനി. പാർട്ടി കോൺഗ്രസ് മധുരയിലാണല്ലേ? மதுரையில் அகில இந்திய மாநாடு இப்போ இத்தனை தூரம் எதுக்கு வந்து? நாங்கள் ஏற்கனவே தமிழ்நாட்டிலேருந்து வந்து பாலக்காடு பகுதியில் மாவட்ட மாநாட்டை சந்திச்சுட்டு இந்த மாநில மாநாட்டை எங்களுக்கு ரொம்ப பிடிச்சிருந்தது. லோக்கல் கமிட்டி அங்காണോ பார்ட்டி? நான் லோக்கல் கமிட்டி ஆக்கலமைத்தர் கிளை செயலாளராக இருக்கிறேன். அது எங்கள் பாணியில் நான் கிளை செயலாளர், பழனி ஒன்றிய செயலாளரோடு நாங்கள் ஒரு 7 பேர் இன்றைக்கி வந்து இந்த மாநாட்டை கண்டு கழிச்சிட்டு பெருமையோடு நாங்கள் புறப்படலாம்னு எதிர்பார்த்து கொண்டிருக்கிறோம் தோழர்களே. செங்கொடிக்கு ஜெய். இதே எங்கள் கோஷம். செங்கொடிக்கு ஜெய், செங்கொடிക്ക് ജയ്, ചെങ്കൊടിക്ക് ജയ്. അപ്പൊ മനസ്സിലായല്ലോ, തമിഴ്നാട്ടിലുമുണ്ട് പിടി. പഴനിയിൽ നിന്നെത്തിയ ആളാണ്. വലിയ മുഴുവൻ മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു ആത്മവീര്യമൊക്കെ ഉള്ള ആളാണ്. പാർട്ടി മനസ്സിലായല്ലോ. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നതാ? കൊടുങ്ങല്ലൂർ, എങ്ങനെ വന്നു? ട്രെയിന് വന്നോ? അതല്ല, വണ്ടിക്ക് വന്നോ? ട്രാവലർ വണ്ടി വിളിച്ച് വന്നതാ. ഒരു വിപ്ലവഗാനായാലോ? രക്തതാരകം വിടർന്നു, രക്തതാരകം വിടർന്നു, രക്തതാരകം ഇടിമുഴക്കമായി താരകം, ഇടിമുഴക്കമായി താരകം, ഇടിമുഴക്കമായി. ജാതിയില്ല മതങ്ങളില്ല നമ്മളിലെന്നും, ജാതിയില്ല മതങ്ങളില്ല നമ്മളിലെന്നും, നാനാജാതി മതസ്ഥരും സഹോദരങ്ങളായി, നാനാജാതി മതസ്ഥരും സഹോദരങ്ങളായി. കള്ളനെ അമർച്ച ചെയ്ത രക്തതാരമേ, കള്ളനെ അമർച്ച ചെയ്ത രക്തതാരമേ, സാമ്രാജ്യത്വ കോട്ടകൾ തകർത്തെറിഞ്ഞിടാം, സാമ്രാജ്യത്വ കോട്ടകൾ തകർത്ത്. താങ്ക് യു. കൊല്ലം എങ്ങനെയുണ്ട് കണ്ടിട്ട്? കൊല്ലം എങ്ങനെയുണ്ട്? അടിപൊളി. കൊല്ലം കൊള്ളാം, സമ്മേളനം കൊള്ളാം.
എല്ലാ സമ്മേളനത്തിനും ഇങ്ങനെ പോകാറുണ്ടോ? പോവാറുണ്ട്. വണ്ടി വിളിച്ച് അവിടെ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കണ്ണൂര്, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട് പാർട്ടി കോൺഗ്രസ്, കോയമ്പത്തൂർ ഇവിടേക്കൊക്കെ പോകുന്നത് നമ്മള് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മധുരയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അത്രയ്ക്കും പാർട്ടി വീര്യമാണ്. പിന്നല്ലാതെ കൊല്ലം കണ്ടപ്പോ രക്തം തിളയ്ക്കുന്നു, രക്തം തിളച്ചു പറയുന്നു. രക്തം തിളയ്ക്കുന്ന സാനിയോ അതെ 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 രക്തം തിളക്കുകയാണ്. അപ്പോ നമുക്ക് വലിയ ആവേശമാണ് ഇവിടെ മുഴുവനും ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞോ? കൊല്ലം കണ്ടപ്പോൾ വളരെ ആവേശം. ഇത്രയും ആൾക്കാരും എല്ലാവരും ആയത്. എങ്ങനെ? 3ാം ഭരണത്തിലേക്ക് പോവാണ്. അത് പിണറായിയുടെ പിണറായി തന്നെ. ഒരു ദാക്ഷിണ്യവും മേടിക്കണ്ട. ഒരു പേടിയും വേണ്ട. ഒരു പേടിയും വേണ്ട. പിണറായി തന്നെ 3ാം തവണ അത് പാർട്ടി തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ബോധമുള്ളവരുണ്ട്, പിണറായി ബോധമുള്ളവരുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇവിടെ നല്ല കാഴ്ചകളാണ്. നമ്മളും കൂടെ ഒരു ആവേശത്തിലായി പോകും, പാർട്ടിക്കാരനൊന്നും അല്ലെങ്കിലും. ഇതാ ഇവിടെ ഒരു കച്ചവടക്കാരുണ്ട്. ചുവന്ന തുപ്പിയും ചുവന്ന തോർത്തും ഒക്കെ വിൽക്കുന്ന ഇഷ്ടം പോലെ കച്ചവടക്കാർ. അവർക്ക് നല്ല ലാഭമുണ്ട്, വലിയ കച്ചവടവും നടക്കുന്നു. നല്ല കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല മൂഡിലേക്കാണ് കൊല്ലം പൊതുവെ പോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ചെങ്കടലായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ റെഡ് വോളണ്ടിയർ മാർച്ച് അടക്കം തുടങ്ങും. അതിനുശേഷം 2.5 ലക്ഷത്തിലധികം ആളുകളുടെ പ്രകടനവും മറ്റും ഉണ്ടാകും. ഏതായാലും ചേച്ചി എവിടുന്നായിരുന്നു? ഞങ്ങള് കോട്ടയം. കോട്ടയം എപ്പത്തി? രാവിലെ എത്തി. എന്താ കോട്ടയത്ത് നിന്നൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആവേശം കൊണ്ട് ഞങ്ങള് സ്വന്തമായിട്ടൊരു വാഹനം പിടിച്ചിങ്ങി വന്നാ. സ്വന്തമായി ഇന്നലെ ഞങ്ങൾ എല്ലാ സമ്മേളനങ്ങളും ഇങ്ങനെ പോകാറുണ്ട്. എല്ലാ സമ്മേളനത്തിനും മധുരയ്ക്ക് പോകുന്നുണ്ടോ? മധുരയ്ക്ക് പോകുന്നുണ്ട്. മധുരയ്ക്ക് പെണ്ണുങ്ങൾ മാത്രം? ഞങ്ങള് സ്ത്രീകൾ മാത്രം. അതാണ്, സ്ത്രീകൾ മാത്രം ഒരു വണ്ടി പിടിച്ചിങ്ങ് പോകുന്നതെന്നാണ്. മധുരയ്ക്ക് പോകുന്നുണ്ട് എല്ലാ സമ്മേളനത്തിനും. ചേച്ചിയുടെ പേരെന്താ? അനിതാ സാബു, കോട്ടയം. എല്ലാ സമ്മേളനത്തിനും അനിത ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഏതായാലും വലിയ വൈബായിക്കൊണ്ട് ഈ സമ്മേളനം ഒരു പൊതുസമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് സെക്രട്ടറിയെ കൂടി മനസ്സിലാകുന്നതോടെ ഈ സമ്മേളനത്തിന്റെ ആവേശം കൊട്ടിക്കയറുക തന്നെ ചെയ്യും. ആരുൺ, അപ്പോൾ ആദിലും സാനിയയ്ക്കും ലാൽ സലാം. കൊള്ളാം. അപ്പം ആവേശകരമായി കുട്ടിക്കയറുകയാണ്. ചെങ്കടലേറ്റമാണ് യഥാർത്ഥത്തിൽ ആസാമം മൈതാനത്തിന് കാണാൻ പോകുന്നത്.